ഫസ്റ്റ് വൺ പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മളെ അഗ്രികൾച്ചറൽ ഫാംസ് ഒക്കെ അല്ലെ. ബേസിക് ആയിട്ട് ഫുഡിന്റെ ആയിട്ട് എടുക്കാൻ വെച്ചാൽ ബേസിക് ഫസ്റ്റ് അതിന്റെ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാടങ്ങളൊക്കെ അല്ലെ. അപ്പം അതായത് എന്താ അഗ്രികൾച്ചറൽ ഫാം, ആ ഒരു ഫാമിലായിരിക്കും എന്ത് നടക്കുക? അതിന്റെ പ്രൈമറി ഇൻഡസ്ട്രി, അതിന്റെ പ്രൊഡക്ഷൻ ഫസ്റ്റ് തുടങ്ങുന്നത്. പ്രൈമറി ഇൻഡസ്ട്രി ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നേച്ചർ അല്ലെ. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ജെനറ്റിക് ഇൻഡസ്ട്രി. ജനറ്റിക് ഇൻഡസ്ട്രി. ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ റീപ്രൊഡക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് certain സ്പൈസസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് ദ ഒബ്ജക്ട് ഓഫ് സെയിൽസ് അല്ലെ. റീപ്രൊഡക്ഷൻ നടക്കുന്നത്, പ്രൊഡക്ഷൻ നടക്കുന്നു, അത് കഴിഞ്ഞ് ആ പ്രൊഡക്ഷൻ കഴിഞ്ഞ പിന്നെ അവിടെ എന്താണ്? റീപ്രൊഡക്ഷൻ നടക്കുകയാണ്. റീപ്രൊഡക്ഷൻ നടക്കുന്ന അതായത് ഒരു പ്രൊഡക്ഷനെ വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. എക്സ്ട്രാക്റ്റീവ് മൂന്നാമത്തെ ടൈപ്പാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് ഡ്രോയിങ് ഓഫ് ഗുഡ്സ് ഫ്രം ദ സോയിൽ എയർ. അതെ, എക്സ്ട്രാക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പെട്രോള്, അതേപോലെ എന്താണ് ഗ്യാസ്, മൈനിങ്, അതായത് പെട്രോള്, അയേൺ, ഇരുമ്പ് ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ ഗോൾഡ്, ഇതൊക്കെ എന്താണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. അതായത് ഭൂമിയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഓൾറെഡി ഭൂമിയിൽ ഉള്ളുന്ന ഒരു ഉണ്ടായിരിക്കും, അപ്പൊ അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് എന്ത്? അതായത് നമ്മൾ ഇപ്പൊ ഇരുമ്പ്, സ്വർണം, അല്ലെങ്കിൽ ഓയിൽസ്, പെട്രോൾസ് ഒക്കെ പറയില്ലേ, അതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. ദെൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ട്രാൻസ്ഫോമിംഗ് റോ മെറ്റീരിയൽ ഇൻ ടു ദ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ. അതായത് നമ്മള് ഇപ്പം ഇതെടുക്കാം, എന്ത് ക്ലോത്ത് എടുക്കാം. ക്ലോത്ത് നമുക്ക് പഞ്ഞികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ അത് കൊടുക്കുക. അതിനെ മാനുഫാക്ചർ ചെയ്തൊരു ഒരു ടോപ്പിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ രൂപത്തിലേക്ക് മാറ്റുന്നത് എവിടെയായിരിക്കും? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അല്ലെ. പല മെഷീനുകളിലൂടെയും കടന്നു പോയിട്ടൊക്കെ ആയിരിക്കും നമുക്കതൊരു നല്ല സാരി ആയിട്ടോ ചുരിദാറായിട്ടോ ഷർട്ടായിട്ടോ ഒക്കെ നമ്മളെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനാണ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, അതിനാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അപ്പൊ അതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. സർവീസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെർവ് ചെയ്യുന്ന നമ്മളെ മോളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഇത്രയും ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ എന്താണ്? ഇൻഡസ്ട്രീനെ കുറിച്ച് നോക്കി. കൊമേഴ്സ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്സ് മീൻസ് ഇറ്റ്സ് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് എന്ന് വെച്ചാൽ വ്യാപാരം, അതായത് നമുക്ക് ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിനെ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ നടത്തുന്ന പ്രോസസ്സിനാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. കൊമേഴ്സ് ഈസ് കൺസേൺഡ് വിത്ത് മേക്കിംഗ് ദ സെയിം അവൈലബിൾ ടു ദോസ് ഹു നീഡ് ദം അല്ലെ. അതായത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഇതേപോലെ തന്നെ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അതായത് ആൾക്കാർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസേൺ വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആണ് അല്ലെ. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് മെയിൻ ആയിട്ട് എവിടെ നടക്കുക? കൊമേഴ്സ് നടക്കുക. ഓക്കെ. ദെൻ ട്രേഡ്, അതിലൊരു വരുന്ന വാക്കാണ് ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആണ്. ട്രേഡ് എന്ന് പറയുമ്പോൾ അടുത്തൊരു ടേം ആണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് വാങ്ങുകയും അതേപോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് എന്ന് പറയുന്നത്. അത് നടക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രേഡർ. ട്രേഡർ എന്ന് പറഞ്ഞാൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ ഇസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ കൺസ്യൂമർ അല്ലെ. പ്രൊഡ്യൂസർ ഉണ്ടാവും, ഒരു കൺസ്യൂമർ ഉണ്ടാവും. ഈ രണ്ടാളുടെ നടുവിൽ നിൽക്കുന്ന ആളെയാണ് നമ്മൾ ട്രേഡ്. അതായത് അതാണ് നമ്മളെ ഷോപ്പുകളൊക്കെ. അപ്പം നമുക്കൊരു പ്രൊഡ്യൂസർ ഉണ്ട്, ഒരു കൺസ്യൂമർ ഉണ്ടായിരിക്കും. അപ്പൊ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് കൺസ്യൂമർക്ക് എത്തുന്ന എപ്പോഴും എതിലൂടെ ആയിരിക്കും? ഷോപ്പുകളിൽ അല്ലെ. ഷോപ്പ് ബിസിനസ് അങ്ങനെ എന്താ പറയാ, ഗ്രോസറി ഷോപ്പുകളിൽ കൂടി ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ആളെ എന്താണ് പറയുന്നത്? ട്രേഡ് എന്ന് പറയുന്നത്. ആ മിഡിൽ മാൻ, അതിന് നടുവിൽ നിൽക്കുന്ന ആളാണ് എന്ത്? ട്രേഡർ എന്ന് പറയുന്നത്. എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡിംഗ് നടത്താനുള്ള ട്രേഡിങ്ങിന്റെ ചില കാര്യങ്ങളാണ് എന്ത്? ട്രേഡിംഗ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗിൽ വേണ്ട കാര്യങ്ങളാണിത്.
ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് എത്തണമെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്താണ്, ഗുഡ് ട്രാൻസ്ഫോർമേഷൻ അവിടെ അവൈലബിൾ ആയിരിക്കണം. ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നല്ലൊരു വെയർ ഹൗസിംഗ്, അതായത് സ്റ്റോക്ക് റൂംസ് ഉണ്ടായിരിക്കണം. അഡ്വർടൈസിങ് അല്ലെ, നമ്മളെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നല്ലൊരു മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് കൊടുത്താൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, കൺസ്യൂമേഴ്സിന് അടുത്തേക്ക് എത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് മെയിൻ ആയിട്ട് ഒരു ട്രേഡിങ്ങിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതാണ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻസ്, ഇൻഷുറൻസ്, ബാങ്കിങ്, വെയർ ഹൗസിംഗ്, ലാസ്റ്റ് വൺ ഈസ് അഡ്വർടൈസിങ്. അതൊക്കെ എന്താണ് പ്രത്യേകിച്ച് പറയണത്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ലാൻഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും അല്ലെ. പല പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളെ അടുത്തേക്ക് പല സാധനങ്ങൾ എത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, നല്ല പ്രോപ്പർ ട്രാൻസ്ഫോർമേഷന്റെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങള്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ചില ഐറ്റംസ് നമ്മൾ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം അല്ലെ. എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇത്. ദെൻ കൊമേഴ്സിൽ ഇപ്പൊ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന ഒരു കൊമേഴ്സ് ആണ്, പുതിയ ന്യൂ ടേം ആണെന്ത്, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയും. അതായത് എന്താണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ കുറെ മാറിയില്ലേ. കൊമേഴ്സ് നമുക്ക് പണ്ടത്തെ രീതിയും ഇപ്പൊ നടക്കുന്നത് എന്താണ്, ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ഫോൺ ഉണ്ട്. ഇപ്പൊ ഫോണിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഓർഡർ ചെയ്യുന്നതായാലും നമ്മൾ പർച്ചേസിങ് നടത്തുന്നതായാലും ഈവൻ നമ്മളെ ബാങ്കിങ് ട്രാൻസാക്ഷൻസും നമ്മളെ എന്ത് കാര്യങ്ങളും ഇപ്പൊ എന്താണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫോണോ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഉപയോഗിച്ച്, ഫോണോ ലാപ്പോ വാട്ടെവർ ഇറ്റ് ഈസ് എന്ത് ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഗുഡ്സ് പർച്ചേസ് ചെയ്യും, സെല് ചെയ്യും ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ത്രൂ എന്തിന്റെ സഹായത്തോടെ ആയിരിക്കും, നേരത്തെ പറഞ്ഞ ഒരു ട്രേഡർ അല്ലാതെ